പഴമൊക്കെ വെറുതെ ഇരുന്ന് പോകുന്നതുകൊണ്ട് തന്നെ ഇന്നത് പഴംപൊരി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചിക്കൻ കറി വെക്കാനുണ്ട്. അപ്പോൾ പഴംപൊരിയും ചിക്കൻ കറിയൊക്കെ കോമ്പിനേഷൻ ആക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ പല രീതിക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ട് അരച്ച് പച്ചമുളകും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അരച്ചിട്ട് അതെണ്ണയിൽ ചേർത്താണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പോൾ അതിനകത്ത് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഹൈസ്മോ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സൈക്കിൾ ചവിട്ടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി സ്പൈസസ് ആദ്യം ആഡ് ചെയ്യും. കുറച്ച് ബേ ലീഫ് അതൊക്കെ ഉണങ്ങിയത് നമ്മുടെ മസാല കൂട്ടുണ്ടല്ലോ അത്. അതിന് ശേഷം ഈ അരച്ച മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആക്ച്വലി ആ അരച്ച മിക്സ് നല്ലപോലെ ബ്രൗൺ കളറാക്കി എടുക്കും കേട്ടോ. അതിന് ശേഷമാണ് ഒണിയൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അത് നല്ലതുപോലെ വഴറ്റും. കാരണം ഇവിടെ ഇക്കിക്ക് സവാളയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ നല്ലപോലെ വഴറ്റും കേട്ടോ. ഇത് നമുക്ക് ഞണ്ട് കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള വേറെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഞണ്ട് കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ടൊമാറ്റോ അതുപോലെ അരച്ചിട്ടാണ് ചേർക്കുക. അപ്പോൾ കറിക്കൊരു കൊഴുപ്പ് കിട്ടുമല്ലോ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഞണ്ടുകളായിരുന്നു കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളമോടെ ചേർത്ത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഞണ്ട് കറി ഓക്കെ ആയി കേട്ടോ. ഇന്നിപ്പോൾ വേറെ സ്പെഷ്യലൊന്നുമില്ല. പല ദിവസങ്ങളും പല ടൈപ്പായിരിക്കും കേട്ടോ. ചില ദിവസം നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല, വളരെ സിമ്പിളായിരിക്കും. കാരണം ഉച്ചത്തൊക്കെ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ സിമ്പിളായിക്കോട്ടെ. അതാ നമ്മളെല്ലാവരും റെഡി ആയിരിപ്പുണ്ട്. ഇതെപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുന്തിരി ഇക്കയുടെ ഭയങ്കര ഫേവറേറ്റ് സാധനമായതുകൊണ്ട് തന്നെ ഒരു മിക്ക ദിവസം ഉണ്ടാവും. ഹൈസിമ ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞണ്ട് കറി നമുക്ക് രാത്രി ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഞങ്ങളിപ്പോൾ ജസ്റ്റ് നോമ്പ് തുറന്ന പോലെ ചെറിയ രീതിക്ക് കഴിച്ചിട്ട് പിള്ളേർ പിന്നെ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേക്കും കഴിക്കാറുണ്ടോ ചെയ്യുക. അപ്പോൾ ഹൈസിമും എല്ലാം ആവശ്യം ഉണ്ടായിട്ടാണെങ്കിലോ ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, എല്ലാം ഇങ്ങനെ നിരത്തി വെക്കും കേട്ടോ. അങ്ങനെ ടാങ്കിൽ നിന്ന് ഓറഞ്ച് റില്ല കിട്ടിയത് വൈറ്റ് കളറായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ടാങ്കിൽ നമ്മൾ ഡെയിലി ബേസിസിലൊന്നും കുടിക്കില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ടാങ്ക് ഉണ്ടാവുമെന്നല്ലാതെ ചില ദിവസങ്ങളിൽ അതുണ്ടാവില്ല. ചിലപ്പോൾ വല്ല ജ്യൂസായിരിക്കും കേട്ടോ. പിന്നെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു നമ്മുടെ ഗോതമ്പ് റവയുടെ. അത് ഞാനപ്പോൾ കഴിക്കാമെന്ന് ചോദിച്ചു. കുറച്ച് ഹെൽത്തി സംഭവമാണല്ലോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ. അടുത്ത വിശേഷമായിട്ട് നാളെ കാണാം കേട്ടോ.